ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 10th മാത്സ് ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ പേജ് നമ്പർ 27 ഒരു പ്രോബ്ലം കൂടി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യാനുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ എന്തായാലും അത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, അപ്പോൾ 5th ക്വസ്റ്റ്യൻ ആയിട്ടാണ് അത് വരുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ ആംഗിൾസ് ഓഫ് എ പെൻറ്റഗൺ ആർ ഇൻ അരിതമാറ്റിക് സീക്വൻസ്. പെൻറ്റഗൺ എന്ന് പറയുന്നത് 5 ഷേപ്പുള്ള ഒരു പോളിഗൺ ആണല്ലേ. അപ്പോൾ അതൊരു അതിൻ്റെ ആംഗിൾസ് എന്ന് പറയുന്നത് അരിതമാറ്റിക് സീക്വൻസിലാണെന്നാണ്. അരിതമാറ്റിക് സീക്വൻസിലാവാണെന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും. ഇഫ് ദ ആംഗിൾസ് ആർ റിട്ടൺ അക്കോർഡിംഗ് ടു ദെയർ മാഗ്നിറ്റ്യൂഡ് വാട്ട് വുഡ് ബി ദ തേർഡ് ആംഗിൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അത് നമ്മൾ കറക്റ്റായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തേർഡ് ആംഗിൾ എന്തായിരിക്കും എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 40. സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് 40 ആണ്. വാട്ട് ആർ ദെയർ ആംഗിൾസ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതർ ആംഗിൾസ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ: ക്യാൻ ദ സ്മോളസ്റ്റ് ആംഗിൾ ബി 36 ഡിഗ്രി ആവാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ആൻസർ എഴുതാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ദ ആംഗിൾസ് ആർ റിട്ടേർഡ് അക്കോർഡിംഗ് ടു ദെയർ മാഗ്നിറ്റ്യൂഡ് വാട്ട് വുഡ് ബി ദ തേർഡ് ആംഗിൾ. തേർഡ് ആംഗിൾ എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഇന്റീരിയർ ആംഗിൾ സം ഓഫ് എ പെൻറ്റഗൺ. പെൻറ്റഗന്റെ സമ്മ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അറിയില്ലെങ്കിൽ നോക്കുക. n-2 × 180 ഡിഗ്രി. പെൻറ്റഗന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. n-2 × 180 ഡിഗ്രി. n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് സൈഡ് ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ് ആണ്. പെൻറ്റഗൺ എത്ര സൈഡ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്? 5 സൈഡ് ഉണ്ട്. സോ n-ന്റെ അവിടെ നമുക്ക് 5 - 2 × 180 ഡിഗ്രി. 5 - 2 എന്ന് പറയുന്നത് എന്താ? 3 × 180 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഇൻറ്റു ചെയ്ത് നോക്കാം കേട്ടോ. 540 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ സം ഓഫ് ആംഗിൾസ് എത്ര കിട്ടി? 540 ആണ് നമുക്ക് അറിയാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അത് എങ്ങനെ കിട്ടിയെന്ന് ഞാനിവിടെ കാണിച്ചു എന്നുള്ളൂ. ലെറ്റ് ദ 5 ആംഗിൾസ് ബി ഇൻ ആൻ അരിതമാറ്റിക് സീക്വൻസ്. ഈ 5 ആംഗിൾസ് നമുക്ക് അരിതമാറ്റിക് സീക്വൻസിൽ എഴുതണം. കാരണം അരിതമാറ്റിക് സീക്വൻസിലാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് അത് ഇങ്ങനെ എഴുതി നോക്കാം. a - 2d, പിന്നെ a - d, a plus d, a plus 2d. This way the middle angle is a and the sequence is symmetric. നമുക്ക് മിഡിൽ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ മിഡിൽ ആംഗിളിന് നമ്മൾ a എന്ന് പേര് കൊടുത്തു. ഓക്കെ, മൂന്നാമത്തെ ആംഗിൾ 5 എണ്ണം ഉണ്ട്. അതിലെ മിഡിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ ഈ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഇപ്പോൾ പെൻറ്റഗൻ്റെ ഇത് റയറായിട്ട് ചോദിക്കുന്ന ഒരു പ്രോബ്ലം അല്ലേ. അപ്പോൾ അത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഞാൻ ആദ്യമേ പറയും, അരിതമാറ്റിക് സീക്വൻസ് എന്നുള്ള പാഠം എളുപ്പമുള്ള ഒരു പാഠമാണ്. പക്ഷെ നമുക്ക് മൈൻഡിൽ നിന്ന് എടുത്ത് എഴുതാനൊന്നും പറ്റില്ല. അതെങ്ങനെ, എവിടെ, ഏത് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എങ്ങനെ പ്രോബ്ലം നീങ്ങണം എന്ന് അറിയണമെന്ന് നമുക്ക് എക്സാമിന് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ്, പുറമേ എന്നുള്ളത് നോക്കണേക്ക് മുന്നേ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ 2-3 വട്ടം എഴുതി തന്നെ പഠിക്കണം. എഴുതി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭംഗിയിൽ എഴുതല്ല. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്, നമ്മളെ മൈൻഡിൽ പഠിപ്പിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതൊരു റയർ ക്വസ്റ്റ്യൻ ആണല്ലേ. ഇതേപോലത്തെ മോഡൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരുന്നുണ്ടെങ്കിൽ ഇത് ഈ ടൈപ്പ് തന്നെയായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ മിഡിൽ ആംഗിളിന് നമ്മൾ എ എന്ന് പേര് കൊടുത്തു. എ ആണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുന്നത്തെ നമ്പർ എന്തായിരിക്കും? അത് ഒരു ഡി കുറഞ്ഞതായിരിക്കും അല്ലേ. അതാണ് a - d. അതിനും തൊട്ട് മുന്നത്തെ നമ്പർ എന്തായിരിക്കും? 2 d കുറഞ്ഞതായിരിക്കും. അതുകൊണ്ടാണ് a - 2d. ഇനി ഇത് കഴിഞ്ഞിട്ട് വരുന്നത് എന്തായിരിക്കും? ഒരു ഡി കൂടുതലായിരിക്കും. അതാണ് a + d. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ 2 d കൂടുതലായിരിക്കും. അതാണ് a + 2d. അപ്പം നമ്മൾ അങ്ങനെ എഴുതി. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിൻ്റെ ഈ 5 എണ്ണത്തിൻ്റെ സമ്മ എന്താണ്? 540 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോറി, ഇവിടെ 540 ആണ് കേട്ടോ. അപ്പോൾ a - 2d + a - d + a + d + a + 2d = 540 ആണ് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എനെ ഒരുമിച്ച് എഴുതാം അല്ലേ. എത്ര ഉണ്ട്? 1, 2, 3, 4, 5. 5 ഈ -dയും ബാക്കി എല്ലാ ഡിയും എന്തായി പോവും? ക്യാൻസൽ ചെയ്ത് പോവും അല്ലേ. ഈ -2dയും +2dയും ക്യാൻസൽ ആയി പോവും. -dയും +dയും ക്യാൻസൽ ആയി പോവും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. 5a = 540 എന്ന് കിട്ടും. അതിനെ കണ്ടുപിടിച്ചൂടെ? 540 / 5 = 108 ഡിഗ്രി. അപ്പം നമുക്ക് എ എന്ന് പറയുന്നത്, അതായത് മൂന്നാമത്തെ ആംഗിൾ ആണ്, തേർഡ് ആംഗിൾ ആണ് നമ്മൾ എ എന്ന് പേര് കൊടുത്തത് അല്ലേ എവിടെ എഴുതിയപ്പോൾ. അപ്പോൾ തേർഡ് ആംഗിൾ എത്രയാണെന്ന് കിട്ടി? 108 ഡിഗ്രി ആണെന്ന് കിട്ടി. സിമ്പിൾ. ഈ പ്രോബ്ലം ഇങ്ങനെ
തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് എന്താ ചോദിച്ചത്? ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 40 വാട്ട് ആർ ദ അതർ ആംഗിൾസ്? ഏറ്റവും ചെറിയ ആംഗിൾ 40 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആംഗിൾസ് എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ വെറുതെ സീക്വൻസ് ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് സീക്വൻസിന് എ, സെക്കൻഡിന് A+D, തേർഡ് A+2D, പിന്നെ ഫോർത്ത് A+3D, ഫിഫ്ത്ത് A+4D. അപ്പോൾ ഏറ്റവും ചെറിയത് ഏതാ? ഫസ്റ്റത്തെ ആണല്ലേ ഏറ്റവും ചെറുത്. ഇവിടെ നമ്മൾ കൂടി വരില്ലേ. അപ്പോൾ ഈ എ ആണ് 40. ടോട്ടൽ സം എത്രയാ? 540 ആണെന്ന് അറിയാം. അപ്പോൾ A+D+, A+2D+, A+3D+, A+4D ഈക്വൽ ടു 540 ആണ്. ഇതിൽ എ കാണുന്നിടത്തൊക്കെ നമ്മൾ എന്ത് കൊടുക്കുക? 40 എന്ന് കൊടുക്കുക. ബാക്കി ഈ ഡി ബ്രാക്കറ്റ് പൊളിക്കുക. അപ്പോൾ 5 ഇൻറ്റു എത്ര 40 വന്നു? 1 2 3 4 5. അതുകൊണ്ടാണ് 5 എന്ന് വന്നത്. 5 ഇൻറ്റു 40 പ്ലസ് ഇവിടെ ഒരു ഡി, ഡി പ്ലസ് 2D പ്ലസ് 3D പ്ലസ് 4D വരും 540. 5 ഇൻറ്റു 40 എത്രയാണ്? 200 ആണ്. 200 പ്ലസ് ഡി പ്ലസ് 2D എന്ന് പറയുന്നത് എത്രയാ? 3D. 3D പ്ലസ് 3D 6D. 6D പ്ലസ് 4D 10D. അതാണ് ഇവിടെ 200 പ്ലസ് 10D എന്ന് കിട്ടിയത് ഈക്വൽ ടു 540. ഇനി നമുക്ക് ഡി ആ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 10D എന്നുള്ള ടേം ഒറ്റയ്ക്ക് നിർത്തണമെങ്കിൽ 200 പ്ലസ് 200 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ് 200 ആവും. അപ്പോൾ 10D ഈക്വൽ ടു 540 മൈനസ് 200. 10D ഈക്വൽ ടു 340. D ഈക്വൽ ടു 340 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 34 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഡിയും കിട്ടി എയും കിട്ടി. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് 40 ആണ്, ഡി എന്ന് പറയുന്നത് 34 ആണ്. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ 40 വരും. സെക്കൻഡ് ആംഗിൾ എന്ന് പറയുമ്പോൾ 40 പ്ലസ് ഡി, അതായത് 40 പ്ലസ് 34 74 വരും. തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 74ൻ്റെ കൂടെ ഒരു ഡിയും കൂടിയും കൂട്ടുക. ഫോർത്ത് ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയ ആംഗിളിൻ്റെ കൂടെ ഒരു ഡിയും കൂടിയും കൂട്ടുക. ഫിഫ്ത്ത് ആംഗിൾ എന്ന് പറയുന്നത് ഫോർത്ത് കിട്ടിയ ആംഗിളിൻ്റെ കൂടെ ഡി കൂട്ടുക. അപ്പം നമുക്ക് 5 ആംഗിൾ കിട്ടി. 5 ആംഗിൾ എന്താ? 40 ഡിഗ്രി, 74 ഡിഗ്രി, 108 ഡിഗ്രി, 142 ഡിഗ്രി, 176 ഡിഗ്രി. അത്രയായി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ടോ. അടുത്തത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സ്മോളസ്റ്റ് ആംഗിൾ 36 വരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ 40ക്ക് പകരം നമുക്ക് 36 വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ സീരീസ് ചെയ്ത് നോക്കാം. A+, A+D+, A+2D+, A+3D+, A+4D. ഇതിൽ A 36 ആവുമെന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് സം എഴുതാം. A+, A+D+, A+2D+, A+3D+, A+4D ഈക്വൽ ടു 540. ഇനി നമുക്ക് എത്രയുണ്ട്? 1 2 3 4 5. അപ്പോൾ 5 ഇൻറ്റു എ പ്ലസ് എത്ര ഡി ഉണ്ട്? ഡി പ്ലസ് 2D പ്ലസ് 3D പ്ലസ് 4D എന്ന് പറയുന്നത് 10D ആണ് ഈക്വൽ ടു 540. ഇതിൽ ആഡ് അവിടെ നമ്മൾ 36 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. 5 ഇൻറ്റു 36 പ്ലസ് 10D ഈക്വൽ ടു 540. അപ്പോൾ 10D ഈക്വൽ ടു 540 മൈനസ് 180. ഡി ഈക്വൽ ടു, അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 540 മൈനസ് 180 എന്ന് പറയുന്നത് 360 ആണ് കേട്ടോ. അപ്പം ഡി ഈക്വൽ ടു 360 ബൈ 10, ഡി ഈക്വൽ ടു 36 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ എ കിട്ടി, ഡി കിട്ടി. അപ്പം നമുക്ക് A1 എന്ന് പറയുന്നത് 36 കൊടുത്തു. A2 എന്ന് പറയുന്നത് എന്താ? A1ൻ്റെ കൂടെ ഡി കൂട്ടുക, അതായത് 36ൻ്റെ കൂടെ ഡി ആയിട്ടുള്ള 36 കൂട്ടിയപ്പോൾ 72. A3 എന്ന് പറയുന്നത് എന്താ? A2ൻ്റെ കൂടെ ഡി കൂട്ടുക, അതായത് A2 72 ആണ് പ്ലസ് ഡി 36 ആണ്. A4 എന്ന് പറയുന്നത് എന്താ? A3ൻ്റെ കൂടെ ഡി കൂട്ടുക. A5 എന്ന് പറയുന്നത് എന്താ? A4ൻ്റെ കൂടെ ഡി കൂട്ടുക. The last angle is 180 degree which is not valid for an interior angle of a simple polygon. In a simple polygon, no interior angles can be exactly 180 degree. ഒരിക്കലും ഇന്റീരിയർ ആംഗിൾസ് 180 ഡിഗ്രി വരില്ല എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ആണോ? അല്ല. അപ്പോൾ 36 ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ആംഗിളായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും വെച്ചിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷൻ പേജ് നമ്പർ 13 ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. റൈറ്റ് 4 അരിതമാറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ് 100. 4 അരിതമാറ്റിക് സീക്വൻസ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കണ്ടീഷൻ അവർ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് 4 ടേംസിൻ്റെ സം അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 100 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഉടനടി നമ്മൾ എന്ത് എഴുതും? സമ്മ് കാണാൻ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. സമ്മിൻ്റെ പ്രോബ്ലം വന്നാൽ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്തായാലും എഴുതി വെക്കുക കേട്ടോ. SN ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇത് എഴുതി വെക്കാൻ പറഞ്ഞ കാരണം
ഓരോ സ്റ്റെപ്പിനാണ് നമുക്ക് മാർക്ക് ഇടുക. അപ്പോൾ ഈ ഫോർമുല എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് വീഴും. ഓക്കെ, n എന്ന് പറയുന്നത് എത്രയാ, എത്ര ടേംസ് എന്നാ പറഞ്ഞുള്ളത്, 4 ടേംസ് ആയതുകൊണ്ട് n4. നമുക്ക് 4 ടേംസിന്റെ സമ്മ തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ S4 എന്നാ പറയാം. S4 എത്രയാണെന്നാ തന്നിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 100 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ S4 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. n എന്ന് പറയുന്നത് 4 ആണ്. 4/2 ഇൻറ്റു 2a പ്ലസ് n 4 ആണ്. 4 മൈനസ് 1 ഇൻറ്റു d. ഇനി 4/2 എന്ന് പറയുന്നത് ഉത്തരം എന്താ, 2. 4നെ 2 കൊണ്ട് ഹരിച്ച ഉത്തരം 2 ഇൻറ്റു 2a പ്ലസ് 4 മൈനസ് 1 എന്ന് പറയുന്നത് 3 ആണ്. 3d ഈക്വൽ ടു 100. അപ്പം നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ വരും, 2a പ്ലസ് 3d ഈക്വൽ ടു 100/2. അത് നമ്മൾ ഈ 2 ഇൻറ്റു 2നെ ഇപ്പുറത്തേക്ക് കൊടുത്താട്ടാ. 2a പ്ലസ് 3d ഈക്വൽ ടു 50 എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്ത പോലെ. അപ്പോൾ നമ്മൾ സീക്വൻസ് എഴുതാൻ പോവാം. നമ്മളോട് എത്ര സീക്വൻസ് എഴുതാൻ പറഞ്ഞുള്ള, 4 സീക്വൻസ് എഴുതാൻ പറഞ്ഞുള്ള. അപ്പോൾ ഫസ്റ്റ് സീക്വൻസ് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ എയുടെ വാല്യൂ ചൂസ് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ. അപ്പം ഞാനിവിടെ എക്ക് 10 ആണ് കൊടുത്തത്. എക്ക് 10 കൊടുത്താൽ ഈ ഇക്വേഷൻ ഒന്ന് ബോക്സിലാക്കി വെച്ചോ. ഈ ഇക്വേഷനിൽ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിക്ക് ഒരു വാല്യൂ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ആ സീരീസ് എഴുതാം. കാരണം അപ്പോൾ എയും കിട്ടി ഡിയും കിട്ടി. അപ്പോൾ 2a പ്ലസ് 3dയിൽ എക്ക് നമ്മൾ എന്ത് കൊടുക്കാൻ പോവാണ്, 10 നമ്മൾ ചൂസ് ചെയ്തതാണ്. ഇനി എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കേണ്ട, നമ്മൾ സപ്പോസ് എ ഈക്വൽ ടു 10 എന്ന് ഇട്ട് കൊടുക്കുകയാണ്. 2 ഇൻറ്റു 10 പ്ലസ് 3d ഈക്വൽ ടു 50. 2 ഇൻറ്റു 10 എന്ന് പറയുന്നത് എന്താ, 20 പ്ലസ് 3d ഈക്വൽ ടു 50. ഇനി 3d ഈക്വൽ ടു 50 മൈനസ് 20 എന്ന് പറയുന്നത് 30. ഡി എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, 30/3 10. അപ്പോൾ എ കിട്ടി ഡി കിട്ടി. സീക്വൻസ് ചെയ്ത് കൂടെ, ഫസ്റ്റ് ടൈം 10, സെക്കൻഡ് ടൈം എങ്ങനെയാ, എ പ്ലസ് ഡി. അതായത് 10 പ്ലസ് 10 എന്ന് പറയുന്നത് 20. ഇനി 20 പ്ലസ് 10 എന്ന് പറയുന്നത് 30. 30 പ്ലസ് 10 എന്ന് പറയുന്നത് 40. ഉത്തരം അങ്ങനെ എഴുതി. ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്താ പറഞ്ഞുള്ളത്, ആദ്യത്തെ 4 ടേമിന്റെ സമ്മ് 100 ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം. കിട്ടുന്നുണ്ടോ നോക്ക്. 10 പ്ലസ് 20 പ്ലസ് 30 പ്ലസ് 40 എന്ന് പറയുന്നത് എത്രയാണ്, 100 ആണ് കേട്ടോ. അപ്പം നമുക്ക് ആ എയുടെ വാല്യൂ ചൂസ് ചെയ്ത് കറക്റ്റ് തന്നെയാണ്. നമുക്ക് ഒരു സീക്വൻസ് കിട്ടി. അടുത്ത് ഞാൻ എക്ക് ഒരു 5 ആണ് ഇട്ട് കൊടുക്കുന്നത്. സെയിം പ്രൊസീജിയർ നമ്മൾ ഡി കാണുകയാണ്. 2a പ്ലസ് 3d എന്നുള്ള ഇക്വേഷനിൽ എക്ക് നമ്മൾ 5 ഇട്ട് കൊടുക്കുകയാണ്. അതാണ് ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഡി എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി, 13.33 എന്ന് കിട്ടി. അപ്പം നമുക്ക് സീക്വൻസ് എങ്ങനെ എഴുതാം, ഫസ്റ്റ് ടൈം എ ആണ്, സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് 5 പ്ലസ് 13.33, തേർഡ് ടൈം എന്ന് പറയുന്നത് 5 പ്ലസ് 2, 2d വരുമല്ലോ, 2 ഇൻറ്റു 13.33. ഫോർത്ത് ടൈം 5 പ്ലസ് 3 ഇൻറ്റു 13.33. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 100 കിട്ടുന്നുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തത് നമ്മൾ സീക്വൻസ് 3 എഴുതാൻ പോവുക. ഇതിന് ഞാൻ ഡിക്കാണ്, എക്കല്ല ഡിക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. ഡിക്ക് ഞാൻ 5 ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. 2a പ്ലസ് 3d എന്നുള്ള ഇക്വേഷനിൽ 2a പ്ലസ് 3 ഇൻറ്റു ഡിയുടെ അവിടെ 5 ഇട്ട് കൊടുത്തു, ഈക്വൽ ടു 50 വന്നു. അപ്പോൾ 2a ഈക്വൽ ടു 15 മൈനസ് 15 ഈക്വൽ ടു 35 വന്നു. എ ഈക്വൽ ടു 35/2 വന്നു. 17.2 വന്നു. ഓക്കെ, അടുത്തത് അതിൻ്റെ സീക്വൻസ് എഴുതി. ഫസ്റ്റ് ടേം 17.5, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 17.5ൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ നമുക്ക് 22.5 കിട്ടും. അതിൻ്റെ കൂടെ അഗെയിൻ 5 കൂട്ടുമ്പോൾ 27.5, അതിൻ്റെ കൂടെ അഗെയിൻ 5 കൂട്ടുമ്പോൾ 32.5 എന്ന് കിട്ടും. അതല്ല 4 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടുന്നുണ്ട് കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത സീക്വൻസ് 4 ആണ്. ഡിക്ക് ഞാൻ -4 ഇട്ട് കൊടുത്തു. 2a പ്ലസ് 3d എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2a പ്ലസ് 3 ഇൻറ്റു -4 ഈക്വൽ ടു 50. 2a ഈക്വൽ ടു 15 പ്ലസ് 2. ഇവിടെ -12 ആണ്, ഇപ്പുറത്തേക്ക് പോകുമ്പോൾ +12 ആവും. a ഈക്വൽ ടു 62/2 എന്ന് കിട്ടും. സീക്വൻസ് 31 കുറഞ്ഞിട്ടാണ് അല്ലേ വരുന്നത്, d -4 അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടൈം 31 ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടൈം -4 31 -4 ചെയ്യേണ്ടത്. അപ്പോൾ 27 -4 23 23 -4 90. അതിൻ്റെ സം എന്ന് പറയുന്നത് 100 ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത പ്രോബ്ലം ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക്